ഹലോ മക്കളെ, നമ്മുടെ ജനറ്റിക്സ് ഓഫ് ലൈഫ് ചാപ്റ്ററിനുള്ള ഏറ്റവും ബുദ്ധിമുട്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു ടോപ്പിക്കാണ് പ്രോട്ടീൻ സിന്തസിസ്. ഈ ഒരു വീഡിയോയിലൂടെ മിസ് അത് സിമ്പിൾ ആക്കി തരും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ടഫ് ആയിട്ടുള്ളവർ യെസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ യെസ് എന്ന് കമന്റ് ചെയ്ത എല്ലാവരെയും ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നോ എന്ന് പറയാൻ പാകത്തിൽ ശ്രുതി മിസ് ആക്കി തരും. ഓക്കെ, അപ്പോൾ മിസ് ഇതാ സൂപ്പറായിട്ട് അൽഫാം ഉണ്ടാക്കുന്ന ഒരാളാട്ടോ. അടിപൊളിയായിട്ട് അൽഫാം ഉണ്ടാക്കുന്ന ഒരാളാണ്. എല്ലാവരും എൻ്റെ അൽഫാമിൻ്റെ ഫാനാണ്. അങ്ങനെ ഞാനൊരു ദിവസം ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അൽഫാം എൻ്റെ കുട്ടിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അതിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഓക്കെ, ആ ഒരു കുട്ടിക്ക് എന്ത് വേണം, എന്താ പേരിടാം നമുക്ക്, ടുട്ടു. ഓക്കെ, ടുട്ടുവിന് എന്ത് വേണം, ടുട്ടുവിന് ഇതിൻ്റെ റെസിപ്പി വേണം. ടുട്ടുവിൻ്റെ അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. ചില വീട്ടിൽ അച്ഛൻ, ചില വീട്ടിൽ അമ്മ. അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു റെസിപ്പി കൊണ്ടുപോയി കൊടുത്ത് ടുട്ടുവിന് ഉണ്ടാക്കി കഴിക്കണം. അതിനുവേണ്ടി എന്നോട് ചോദിച്ചു, മിസ് ഇതിൻ്റെ റെസിപ്പി തരുമോ? ഞാൻ പറഞ്ഞു എന്താ ഷുവർ തരാലോ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഹാർഡ് കോപ്പി അല്ല സോഫ്റ്റ് കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, പെൻഡ്രൈവിൽ തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പിലുള്ള ഈ ഒരു റെസിപ്പി ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ ടുട്ടുമോന് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെൻഡ്രൈവിൽ. അങ്ങനെ ഈ പെൻഡ്രൈവുമായിട്ട് ടുട്ടുമോൻ വീട്ടിലെത്തി അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അപ്പം അമ്മ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനൊക്കെ മൈൻഡൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ്, അയ്യോ ചിക്കനും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം അമ്മ നോക്കി, റെസിപ്പി നോക്കി എന്തൊക്കെ ആവശ്യമുണ്ട്. അപ്പം നേരെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അച്ഛനാണ് എന്ത് ചെയ്യുന്നത്, സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഓഫീസ് വിട്ട് വരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അങ്ങനെ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് ഈ റെസിപ്പി നോക്കി അമ്മ ടുട്ടുമോൻ എന്തുണ്ടാക്കി കൊടുത്തു, നമ്മളുടെ സ്വന്തം അൽഫാം ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രോട്ടീൻ സിന്തസിസ്. ഇതാണ് നമ്മളുടെ ഒരു സെൽ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ആരുണ്ടാവും, സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാകും. ഓക്കെ, ഈ ന്യൂക്ലിയസിനുള്ളിൽ നമുക്ക് ആരുണ്ടാകും, നമ്മളുടെ DNA ഉണ്ടാകും. ഈ DNA ആണ് ശ്രുതി മിസ്. ഓക്കെ, അപ്പൊ DNA കയ്യിലാണ് എന്തുള്ളത്, റെസിപ്പി, ഇൻഫർമേഷൻ ഉള്ളത്. അപ്പൊ നമ്മളുടെ DNA കയ്യിലാണ് എന്തുള്ളത്, പ്രോട്ടീനെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഉണ്ടാക്കണം എന്ന ഡാറ്റ ഉള്ളത്. അപ്പൊ അത് നമ്മളുടെ റൈബോസോമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, പെൻഡ്രൈവ് വേണ്ടേ? അപ്പൊ ഇതിനെ കോപ്പി ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് mRNA അഥവാ നമ്മളുടെ മെസ്സഞ്ചർ RNA. ഈ മെസ്സഞ്ചർ RNA എന്ത് ചെയ്യുന്നു, ഈ ഡാറ്റയൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോവാണ്, നമ്മളുടെ റൈബോസോം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, റൈബോസോം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ റൈബോസോമിന്റെ ഉള്ളിൽ നമുക്ക് ആരാ ഉള്ളത്, നമ്മളുടെ rRNA. ഓക്കെ, rRNA അഥവാ റൈബോസോമൽ RNA. ഇതാണ് ടുട്ടുമോന്റെ അമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരാൾ മിസ്സിംഗ് ഉണ്ട്. ആരാണ്, ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചു കൊണ്ടു തരുന്ന നമ്മളുടെ സ്വന്തം അച്ഛൻ അല്ലെ. അപ്പൊ അതാണ് നമ്മളുടെ tRNA. ഓക്കെ, അഥവാ ട്രാൻസ്ഫർ RNA. സൈറ്റോപ്ലാസത്തിൽ അഥവാ കോശദ്രവ്യത്തിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന അമിനോ ആസിഡുകളെ നമ്മളുടെ tRNA എന്ത് ചെയ്യും, ഇവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഈ ഒരു ഡാറ്റ നോക്കി mRNAയിൽ ഉണ്ടാവും ഈ പ്രോട്ടീനെ എങ്ങനെ കൂട്ടി വെക്കണം എന്ന്. ഓക്കെ, അത് നോക്കിയിട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ച് tRNA കൊണ്ട് കൊടുത്ത അമിനോ ആസിഡുകളെ rRNA എന്ത് ചെയ്യുന്നു, കൂട്ടി വെച്ച് ഒരു പ്രോട്ടീൻ ആക്കി മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ, പ്രോട്ടീൻ സിന്തസിസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ DNA-യിൽ നിന്ന് mRNA-നെ നമ്മൾ പെൻഡ്രൈവിലേക്ക് mRNA ആക്കിയില്ലേ, പെൻഡ്രൈവ് കോപ്പി ചെയ്തില്ലേ, mRNA ആക്കി അല്ലേ. ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക. ഓക്കെ, ഈ mRNA നമ്മൾ എന്താക്കി, പ്രോട്ടീൻ ആക്കി മാറ്റി. mRNA നമ്മൾ പ്രോട്ടീൻ ആക്കി മാറ്റി. ഇതാണ് ട്രാൻസ്ലേഷൻ. കിട്ടിയോ? യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ അടിപൊളിയായിട്ട് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായവർ എന്ത് ചെയ്യുക, താഴെ ഫയർ ഇമോജി കമന്റ് ഇടുക കേട്ടോ. അപ്പൊ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഇനിയും വരും. അതിനുവേണ്ടി ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചു വെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അടിപൊളി.